ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 പിടിയോളം വൻപയറാണ് എടുക്കുന്നത്. ഇത് കുതിർത്തിട്ടൊന്നും ഉള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊരു 3 പിടിയോളം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് കളയുക. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടില്ല. 3 വിസിലായി കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു 3/4 ഭാഗത്തിൽ പുറത്ത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് ഉപ്പ്. കാരണം വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല. ചില പയറാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കല്ലുപോലെ ഇരിക്കും, വേവാൻ പാടാണ്. അപ്പോൾ ഞാൻ ആ പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാം, വെള്ളം കുറവാണെങ്കിൽ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. വീണ്ടും വിസിൽ കേൾപ്പിക്കുകയൊന്നും വേണ്ട. 2 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇത്തിരി നേരം വേവിച്ചെടുത്താൽ മതി. 3 വിസിലായി കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. ഒരു ഇത്തിരി നേരം മതിയാവും കേട്ടോ. കാരണം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് വേറൊരു പാൻ എടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള നമുക്കൊന്ന് കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം. ഞാൻ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സവോള അരിഞ്ഞതും അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തതും കൂടി വേണം കേട്ടോ. 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി മതി. സവോള നമുക്ക് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു പൊട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പയറിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ തലേന്ന് രാത്രിയിലൊക്കെ പിന്നെ ചെറുപയർ കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഇത്രയും വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിസിലൊക്കെ തന്നെ വെന്ത് കിട്ടും. അതൊക്കെ നിങ്ങളുടെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഞാൻ സാധാരണ കുതിർക്കാറില്ല. ഇതുപോലെ ഒരു വിസിൽ കേൾപ്പിച്ച് അങ്ങനെ എടുക്കാറേ ഉള്ളൂ. കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ഒരു ചെറിയ തക്കാളി, നല്ല ചെറിയ തക്കാളിയാണ്. ഒരു മീഡിയം ടൈപ്പ് തക്കാളിയൊക്കെ ആണെങ്കിൽ അരമുറിയൊക്കെ മതിയാവും കേട്ടോ. ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പഴുത്ത തക്കാളി എടുക്കുക. അപ്പം ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സവോള അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോൾ വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുളി കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വലുതൊക്കെ ആണെങ്കിൽ മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അരമുറി മതിയാവും. നല്ല പഴുത്ത തക്കാളി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നായി കിട്ടും കേട്ടോ. സിമ്പിളാണ്. നമുക്ക് പയർ വേവാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. 2 അടുപ്പിലായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ജസ്റ്റ് സവോള വഴറ്റിയെടുത്താലും മതി. അപ്പോൾ എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഞാൻ ഒരു 1/2 ടീസ്പൂണിന് പുറത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് മാത്രം. എരിവ് അത്രയും വേണ്ടാത്തവർക്ക് കുറയ്ക്കാം, അളവ് വേണ്ടുന്നവർക്ക് കൂട്ടാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മതിയാവും, അധികം കൂടരുത്. ഒരുപാട് ഒരുപാട് കുമിച്ചെടുക്കണ്ട, ലെവൽ ചെയ്തെടുത്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി, ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലപ്പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ, കുറച്ച് വെള്ളമുണ്ട് അതിൽ, ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. കണ്ടോ, പയറങ്ങ് വെന്ത് ഉടയാൻ പാടില്ല, എന്നാൽ വേവും വേണം. ഈ ഒരു പരുവത്തിലിരിക്കണം. കൈകൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ ഉടഞ്ഞു പോവും. ആ ഒരു പരുവാണിത്. എന്നാൽ ഉടഞ്ഞ് അങ്ങ് കുഴയാനും പാടില്ല. കുഴഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്ചറൊന്നും കിട്ടില്ല, ആ ഒരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ, കുഴഞ്ഞു പോവും. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് പയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒരു സ്വല്പം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ചുകൂടി വെള്ളം, ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടും. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് ഒക്കെ വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് മാറും.
അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ കുറച്ചൊന്ന് കുറുകിയ പോലെയാണ്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് തിളച്ച് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയി കിട്ടും. നമ്മുടെ പയറിലേക്കൊക്കെ ഈ പൊടികളും മസാലകളൊക്കെ എരിവുമൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഒരിത്തിരി കൂടി ഒരു അര ഗ്ലാസ്സിൽ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഒരുപാടങ്ങ് വെള്ളം ആവരുത് കേട്ടോ, വറ്റി വരാൻ സമയമെടുക്കും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളമൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3/4 to 1 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിനാണ് കേട്ടോ, ഒരുപാട് വലിയ ഗ്ലാസ്സിന് ഒഴിക്കരുത്. ഇനി നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ ഒന്ന് കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലായിരിക്കണം വെള്ളം, അല്ലാതെ അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അപ്പം വറ്റിയെടുക്കാൻ സമയമെടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ, ഇത് മതിയാവും. നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു തൈര് മതി, കറി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ പറ്റും. തൈരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കറി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ആക്കിയിട്ടിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി ഇട്ടിട്ട് നല്ല പോലെ വെള്ളം ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ശരിക്കും നമ്മുടെ ഒരു റോസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടോ നല്ല പോലെ പെരണ്ട് വരുന്നുണ്ട്. ഒരു ഇത്തിരി നേരം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു സ്വല്പം വെള്ളത്തിൻ്റെ അംശം കൂടി ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ചേർക്കണം, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സ്വാദ് കിട്ടുക. ഞാൻ പറഞ്ഞ പോലെ ഉടഞ്ഞു പോരുത് കണ്ടോ. ഈ സമയത്തൊക്കെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇത് മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ വൻപയർ കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. 3 ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. ആ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.